ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡേ 7 ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. മോസ്റ്റ് ഓഫ് യു നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓൾവേസ് എവിടെയാണ് യൂസ് ചെയ്യുക, ഓഫൺ എവിടെയാണ് യൂസ് ചെയ്യുക, നെവർ എവിടെയാണ് യൂസ് ചെയ്യുക. സോ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. സോ ഈ ഓൾവേസ്, യൂഷ്വലി, നെവർ, ഫ്രീക്വൻ്റ്ലി ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഇത് കോമൺലി യൂസ് ചെയ്യണത് സിമ്പിൾ പ്രസൻറ്റിലാണ്. ആൻഡ് ഇതെന്താ പറയണതെന്ന് വെച്ചാൽ ഇറ്റ് ടെൽസ് us ഹൗ ഓഫൺ ആൻ ആക്ഷൻ ഹാപ്പൻസ്. സോ ഏതൊക്കെയാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി? ആദ്യത്തെയാണ് ഓൾവേസ്, പിന്നെ നോർമലി, ജനറലി, യൂഷ്വലി, അല്ലെങ്കിൽ ഓഫൺ, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി, പിന്നെ സംടൈംസ്, പിന്നെ ഒക്കേഷൻലി, സെൽഡം അല്ലെങ്കിൽ റെയർലി, പിന്നെ ഹാർഡ്ലി എവർ അല്ലെങ്കിൽ സ്കെയർസ്ലി എവർ, ലാസ്റ്റ് വൺ ഇസ് നെവർ. ആദ്യത്തെയാണ് ഓൾവേസ്. ഓൾവേസ് പറയുമ്പം എപ്പോഴും 100% ആണ്. ഐ ഓൾവേസ് വേക്കപ്പ് അറ്റ് 6. ഞാൻ എപ്പോഴും 6 മണിക്കാണ് എഴുന്നേൽക്കണേ. രണ്ടാമത്തെയാണ് യൂഷ്വലി, നോർമലി അല്ലെങ്കിൽ ജനറലി. ഇതിൻ്റെ മലയാളം അർത്ഥമാണ് സാധാരണയായി. സാധാരണയായിട്ട് ഞാൻ 6 മണിക്കാണ് എഴുന്നേൽക്കണേ. ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6. നോർമലി എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് പറയാം. സാധാരണയായി എന്നാണ് അർത്ഥം. ഹി നോർമലി കംസ് ടു ദ ഓഫീസ് ഏർലി. അവൻ സാധാരണയായി ഓഫീസിൽ നേരത്തെയാണ് വരുന്നത്. ജനറലി കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ എന്ന് പറയില്ലേ, ഞാനൊരു സെൻറ്റൻസ് പറയാം. ജനറലി പീപ്പിൾ ലൈക്ക് ഹോളിഡേയ്സ്. അടുത്തതാണ് ഓഫൺ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി. മലയാളം അർത്ഥമാണ് പലപ്പോഴും. ഐ ഓഫൺ റീഡ് ബുക്സ് അറ്റ് നൈറ്റ്. വി ഓഫൺ പ്ലേ ബാഡ്മിൻ്റൺ ഓൺ വീക്കെൻഡ്സ്. ഞങ്ങൾ പലപ്പോഴും വീക്കെൻഡ്സിൽ ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട്. ഫ്രീക്വൻ്റ്ലിയും പലപ്പോഴും തന്നെയാണ് അർത്ഥം. ഞാൻ നിങ്ങൾക്ക് 2 സെൻറ്റൻസ് പറയാം. He frequently travels for work. She frequently calls her parents. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഓഫൺ നമ്മൾ കൂടുതൽ ഡെയിലി കോൺവെർസേഷനിലാണ് യൂസ് ചെയ്യുക. ഫ്രീക്വൻ്റ്ലി നമ്മൾ കുറച്ചും കൂടി ഫോമലാണ്. അടുത്തതാണ് സംടൈംസ്. സംടൈംസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ. ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കാലത്ത് സിനിമ കാണാറുണ്ട്. I sometimes watch movies at night. She sometimes visits her grandparents. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ കാണാൻ പോവാറുണ്ട്. ഒക്കേഷൻലിയുടെ അർത്ഥമാണ് ചിലപ്പോൾ. ഷീ ഒക്കേഷൻലി ഈറ്റ്സ് ഔട്ട്സൈഡ്. അവൾ ചിലപ്പോഴൊക്കെ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഐ ഒക്കേഷൻലി വിസിറ്റ് മൈ ഹോം ടൗൺ. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ നാട്ടിൽ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. അടുത്തതാണ് സെൽഡം അല്ലെങ്കിൽ റെയർലി, അപൂർവമായി. ഷീ സെൽഡം ഗോസ് ടു പാർട്ടീസ്. അവൾ അപൂർവമായിട്ടാണ് പാർട്ടിക്കൊക്കെ പോവാറുള്ളത്. ഐ സെൽഡം വാച്ച് ടെലിവിഷൻ. റെയർലിയുടെ അർത്ഥമാണ് അപൂർവമായിട്ട് തന്നെയാണ് റെയർലിയുടെ അർത്ഥം. ഹി റെയർലി ഈറ്റ്സ് ഫാസ്റ്റ് ഫുഡ്. അവൻ അപൂർവമായിട്ടാണ് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കാറുള്ളത്. വി റെയർലി മീറ്റ് ആഫ്റ്റർ കോളേജ്. ഞങ്ങൾ അപൂർവമായിട്ടാണ് കോളേജ് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാറുള്ളത്. അടുത്തതാണ് ഹാർഡ്ലി എവർ അല്ലെങ്കിൽ സ്കെയർസ്ലി എവർ, വളരെ അപൂർവമായി. ഐ ഹാർഡ്ലി എവർ വാച്ച് ടെലിവിഷൻ. ഹി സ്കെയർസ്ലി എവർ ഗോസ് ടു പാർട്ടീസ്. അടുത്തതാണ് നെവർ, ഒരിക്കലും ഇല്ല. ഐ നെവർ സ്മോക്ക്. ഷീ നെവർ ലൈസ്. അവൾ ഒരിക്കലും കള്ളം പറയത്തില്ല. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഡോണ്ടും നെവറും ഒരുമിച്ച് ഒരിക്കലും പറയരുത്. നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യാം ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു തരാം. ആദ്യത്തെയാണ്, ഇതെപ്പോഴും മെയിൻ വെർബിൻ്റെ മുമ്പിലാണ് ഈ ആഡ്വേർബ് വരാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഐ ഓൾവേസ് റീഡ് ബുക്സ്. അപ്പം റീഡിന് മുന്നെയാണ് ഓൾവേസ് പറയേണ്ടത്. അടുത്തതാണ് ടു ബി വേർബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഡ്വേർബ് യൂസ് ചെയ്യേണ്ടത്. ടു ബി വേർബ് ഏതൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്, വെയർ. എക്സാമ്പിൾ പറയാം, ഐ ആം ഓൾവേസ് റെഡി. അടുത്തതാണ് ഓക്സിലറി വേർബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഡ്വേർബ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഓക്സിലറി വേർബ് ഏതൊക്കെയാ? ഹാസ്, ഹാവ്, വില്ല്, ഷുഡ്, ഇതെല്ലാം. ഒരു എക്സാമ്പിൾ പറയാം, ദേ ഹാവ് നെവർ വിസിറ്റഡ് ഡൽഹി. ചില ആഡ്വേർബ്സ് നമുക്ക് ബിഗിനിങ് തന്നെ യൂസ് ചെയ്യാം, ലൈക്ക് സംടൈംസ്, ഓഫൺ, ഒക്കേഷൻലി.
ഞാൻ നിങ്ങൾക്കൊരു സെൻറ്റൻസ് പറയാം. സംടൈംസ് ഐ ഗോ ഫോർ സൈക്ലിംഗ്. അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. താങ്ക് യു എവ്രി വൺ.